നമസ്കാരം. അല്ലു അർജുനെ തൊട്ടതോടെ കോൺഗ്രസ് വാങ്ങിക്കൂട്ടിയത് നല്ല എമണ്ടൻ പടിയാണ്. കോൺഗ്രസ് സർക്കാരിന്റെ പ്രതിച്ഛായ ഒന്ന് വർദ്ധിപ്പിക്കാനായി നടത്തിയ അറസ്റ്റ് നാടകം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് തന്നെ തിരിച്ചടിയാകും. കോൺഗ്രസ് സർക്കാരിനെതിരെ അല്ലു അർജുൻ തന്നെ പട നയിക്കാൻ ഇറങ്ങുന്നതോടെ തെലങ്കാനയുടെ മണ്ണിൽ നിന്നും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടും. അല്ലു അർജുനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നടപടി സർക്കാരിന് വലിയ ശത്രുതയാണ് തെലുങ്ക് സിനിമാ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. തെലുങ്കാനയിലും ആന്ധ്രയിലും വലിയ സ്വാധീനമുള്ള താരമാണ് അല്ലു അർജുൻ. സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവി, പവൻ കല്യാൺ, രാം ചരൺ തുടങ്ങിയവരുടെ അടുത്ത ബന്ധു കൂടിയായ അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെതിരെ നീങ്ങുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അങ്ങനെ സംഭവിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന ഭരണം തന്നെ കോൺഗ്രസിന് നഷ്ടമായാലും അത്ഭുതപ്പെടാനില്ല. അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ചിത്രമായ പുഷ്പ 2 ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തെലങ്കാന പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118 വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്. 5 മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത്. കേസിൽ അദ്ദേഹം ജാമ്യം നേടിയിരിക്കുകയാണ് നിലവിൽ. ഹൈദരാബാദിലെ പഴയ തിയേറ്റർ കോംപ്ലക്സിൽ ഒന്നായ സന്ധ്യ തിയേറ്ററിൽ നടന്ന പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുനും കുടുംബവും ഒപ്പം സിനിമാ സംഘവും എത്തിയിരുന്നു. ഇതോടുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ചിത്രം കാണാനെത്തിയ ദിലുഷ് നഗർ സ്വദേശി രേവതി മരിച്ചിരുന്നത്. അല്ലുവും സംഘവും തിയേറ്ററിലേക്ക് എത്തുന്നവരും ഏറെ വൈകിയാണ് പോലീസിനെ അറിയിച്ചതെന്നാണ് അധികൃതരുടെ വാദം. അതുകൊണ്ട് തന്നെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് ഒരുക്കാനായില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും മുമ്പാണ് തികച്ചും നാടകീയമായി ജൂബിലി ഹിൽസ് വസതിയിൽ വെച്ച് അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനിരിക്കെ കോടതി തീരുമാനം വരും മുമ്പ് അല്ലുവിനെ അറസ്റ്റ് ചെയ്ത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം അല്ലു അർജുന്റെ ആരാധകരും സിനിമാ പ്രവർത്തകരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. തിയേറ്ററിൽ താരം എത്തുന്ന കാര്യം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു. അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ അല്ലു അർജുൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുവെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കിടപ്പുമുറിയിൽ നിന്നും വിളിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തിനെന്നും അല്ലു അർജുൻ ചോദിച്ചതായും പ്രാതൽ കഴിക്കാൻ സമയം തരണമെന്നും അല്ലു ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുമായി ചെറിയ വാക്കേറ്റത്തിനും കാരണമായതായും റിപ്പോർട്ടുകളുണ്ട്. ഈ കേസിന് ജാമ്യത്തിൽ ഇറങ്ങുന്ന അല്ലു അർജുൻ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന് വൻ വെല്ലുവിളി ഉയർത്തുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. 119 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 64 സീറ്റുകളാണുള്ളത്. BRS-ന് 39ഉം BJP-ക്ക് 8 സീറ്റുകളും നിയമസഭയിലുണ്ട്. എന്തായാലും കോൺഗ്രസിന് ഈ രാഷ്ട്രീയത്തിൽ അല്ലു അർജുൻ തികച്ചും ഒരു വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.